അപ്പോൾ ഒന്ന് വർത്താനാണ്, രണ്ടാമത്തത് പെരുമാറ്റമാണ്. സംസാര സൗന്ദര്യം ഏറ്റവും കൂടുതലുള്ളത് പുരുഷനാണെന്നാണ്. അതുകൊണ്ടാണ് ആണുങ്ങളെ വർത്താനം നേരാകുക എന്ന് പറയാൻ കാരണം. ആണുങ്ങളെ വർത്താനാണ് നേരാവേണ്ടത്, സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് പെരുമാറ്റമാണ് നേരാവേണ്ടത്. നമ്മൾ ഒരു പെണ്ണും ഒരാണും ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി എന്ന് വിചാരിക്കുക. ഓരിങ്ങനെ വന്നിട്ട് കുറേ കണവണ വർത്താനമൊക്കെ പറയും. അവസാനം ഒരു ചോദ്യം ചോദിക്കുക, ഈ നമ്രൂദ്, പുതിയാപ്പളുടെ പേര്, ഈ നമ്രൂദും പിന്നെ ഇജ്ജും കൂടിയും കുറേ കാലമായല്ലോ ഒരുമിച്ച് ജീവിക്കൽ തുടങ്ങിയിട്ട്, ഈ കാലത്തിനിടയിൽ അനക്ക് ഈ പുതിയാപ്പളുടെ അടുത്ത് നിന്ന് ഉണ്ടായ ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥ എന്താണ് എന്ന് പറയാം. ഭാര്യയോട് പറയാം. മനസ്സിലായോ എന്നറിയില്ല. ഒരു പുതിയണ്ണ്, ഇത് സാങ്കല്പികമാണ്, ഒരു പുതിയണ്ണും ഒരു പുതിയാപ്പളിയും തമ്മിൽ തെറ്റി. അപ്പോൾ എന്നാലും ഒരു കുറേ കാര്യങ്ങൾ പറയും. എന്താ വെച്ചാൽ മനുഷ്യൻ തെറ്റിയത് എന്തിനാന്ന് കുറച്ച് കഴിഞ്ഞാൽ മറക്കും എന്നാണ്. തെറ്റിയ കാരണം എന്തെങ്കിലും നിസ്സാരമായിരിക്കും, അത് കുറച്ച് കഴിഞ്ഞാൽ മറക്കും. പിന്നെ വേറെ എന്തെങ്കിലും പറയാം, ഓൻ പണ്ടന്നെ അങ്ങനെയാണെന്ന് അറിയുന്നത്, പിന്നെ പണ്ടന്നെ തെറ്റണ്ടേ? അങ്ങനെയാണല്ലോ. രണ്ടാൾക്കാർ തമ്മിൽ തെറ്റിയാൽ കുറച്ച് കഴിഞ്ഞാൽ പറയും, അല്ലെങ്കിലും എനിക്ക് ഓൻ ആദ്യം തന്നെ അറിയാം ഓൻ പണ്ടന്നെ അങ്ങനെയായിരുന്നു എന്നറിയും. പണ്ടന്നെ അങ്ങനെ ആയതാണ് തെറ്റിയതിൻ്റെ കാരണമെങ്കിൽ പണ്ടന്നെ തെറ്റേണ്ടതായിരുന്നല്ലോ. അപ്പോൾ കാരണം അതല്ലാന്ന് മനസ്സിലായില്ലേ? വേറെയാണ് കാരണം. തെറ്റിയ കാരണം ഓർമ്മ ഉണ്ടാവില്ല എന്നാണ്. പിന്നെ വേറെ എന്തെങ്കിലുമാണ് പറയാം. അപ്പോൾ എന്ത് ചെയ്യാച്ചാൽ കുറേ വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം പെണ്ണിനോട് ചോദിക്കുക, ഈ പുതിയാപ്പള ഹാഷിമ്, ഈ ഹാഷിമും ഇയും കൂടി 25 കൊല്ലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട് ഈ ജീവിതത്തിനിടയിലുണ്ടായ ഏറ്റവും സന്തോഷകരമായ ഒരു രംഗം ഏതാണെന്ന് പറയും. പർട്ടിക്കുലറായിട്ട് പറയണം, മൊത്തത്തിൽ പറയരുത് എന്ന് പറഞ്ഞാൽ ഓളിങ്ങനെ ആലോചിച്ചിട്ട് പറയാം. ഇയാളുടെ എന്തെങ്കിലും ഒരു വർത്താനത്തെക്കുറിച്ചായിരിക്കും പറയാം. ഞാൻ ഒന്നാമത്തെ കുട്ടിനെ പ്രസവിച്ച് കിടക്കുമ്പോൾ മൂപ്പരാദ്യമായിട്ടൊന്ന് വന്നേക്കിന് പറഞ്ഞൊരു വർത്താനുണ്ട്. അതൊരു ഭയങ്കര എൻ്റെ മനസ്സിൽ നിന്നാണ് പോണില്ല എന്ന് പറയും. വർത്താനാണ് പറയാം. നേരെ തിരിച്ച് പുതിയാപ്പനോട് ചോദിക്കുക, ഈ മറിയമ്മൂൻ്റെ ഒപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട് 35 കൊല്ലമല്ലോ, ഈ 35 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് അനക്കുണ്ടായ ഏറ്റവും സന്തോഷകരമായൊരു രംഗം ഏതാണെന്ന് പറയാൻ പറഞ്ഞാൽ മൂപ്പര് കുറേ നേരം ആലോചിച്ചിട്ട് പറയും, ഞാൻ വൈകുന്നേരത്ത് പീടി അടച്ച് വരുമ്പോൾ കുഴി ചാടിയിട്ട് കാലുളുക്കി. അങ്ങനെ പെരയിൽ വന്നേക്കിന് ഓള് ദേശം മുട്ടിക്കുളങ്ങര എണ്ണയിൽ ഉപ്പിട്ടുങ്ങാണ്ട് വളക്കത്ത് കാണിച്ച് ചൂടാക്കിയിട്ട് അതിങ്ങനെ എൻ്റെ കാലുമൊന്ന് തേച്ചെന്ന ഒരു രംഗമുണ്ട്. അത് മനസ്സിൽ നിന്നാണ്ട് പോണില്ല എന്ന് പറയും ഉപ്പര്. അപ്പം ഇതിനാണ് പെണ്ണുങ്ങളുടെ സമീപനം അല്ലെങ്കിൽ പെരുമാറ്റം, ആണുങ്ങളുടെ വർത്താനം, ട്രീറ്റ്മെൻറ്റ്. ഇത് രണ്ടും നേരായാൽ കുടുംബജീവിതം ഉഷാറായി. സിമ്പിൾ ടെക്നിക്കാണ്, വേറെ ഒന്നുമില്ല. അത് നേരായാൽ മതി. ആണുങ്ങളെ വർത്താനം നേരാകുക. പെരുമാറ്റത്തിലെ ഏറ്റവും വലിയ പെരുമാറ്റം അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിലെ ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ് ഭക്ഷണമാണ്. ഞാൻ മുമ്പൊരിക്കതിങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര വിവാദമായി. അപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. ആ ഉദാഹരണമാണ് പ്രശ്നമായത്. കുഴപ്പമില്ല, ആ ഉദാഹരണം ഞാൻ തൽക്കാലം പറയണ്ടെന്ന് വെക്കാം. സംഗതി അങ്ങനെ തന്നെയാണ്. ആരെന്ത് പറഞ്ഞാലും പെണ്ണുങ്ങളെ ഭക്ഷണം വളരെ പ്രധാനമാണ് കുടുംബജീവിതം. ഇതിൽ ഭക്ഷണത്തിലൂടെ സ്നേഹം പകരുന്നുണ്ട്. ഈ കോളേജിൻ്റെയും സ്കൂളിൻ്റെയൊക്കെ മുന്നിലുള്ള കൂൾ ബാറിൽ ചെന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് നോക്കിയാൽ കുട്ടികൾ സ്കൂളിട്ട് വന്നിട്ട് ഒരു ജ്യൂസ് പറഞ്ഞിങ്ങാണ്ട് രണ്ടാളും കുടിക്കും. ജ്യൂസ് ഒന്ന്, മാംഗോ ജ്യൂസ് ഒന്ന്, 2 എണ്ണം പറയാനുള്ള കായില്ലായിട്ടല്ല. പിന്നെന്താ? ഷെയറിങ്, ഭക്ഷണം ഷെയർ ചെയ്യുക. അത് ഭയങ്കര പ്രധാനമാണ്. സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നു, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാവിലെ പള്ളിയിലേക്ക് പോകും. നിസ്കാരം കഴിഞ്ഞ് മടങ്ങി വന്നാൽ പാല് കറക്കാൻ വേണ്ടി പാത്രമെടുത്ത് നബി തങ്ങൾ പോകും. ഒട്ടകണ്ടാവും വീട്ടിൽ, പശുണ്ടാവും, ആടുണ്ടാവും. പാല് കറക്കാൻ വേണ്ടി നബി തങ്ങൾ പോകും. അങ്ങനെ പാല് കറന്ന് കൊണ്ടുവന്നാൽ പാൽപാത്രം എനിക്ക് നീട്ടിക്കൊണ്ട് നബി തങ്ങൾ പറയും, ഇശ്റബിയ ആയിഷു, ആയിഷോ കുടിക്കുക എന്ന് പറയും. ആയിഷു എന്നാണ് സ്നേഹം വരുമ്പോൾ പറയാറുള്ളത്. അല്ലാത്ത സമയത്ത് ആയിഷ എന്നാണ് പറയാറുള്ളത്. ഇശ്റബിയ ആയിഷു, ആയിഷ കുടിക്കുക എന്ന് പറയും. ഞാൻ പാല് കുടിക്കും, കുറച്ച് കുടിച്ചിട്ട് നബി തങ്ങൾക്ക് കൊടുക്കും. രണ്ടാമതും എനിക്കെന്നെ തന്നുകൊണ്ട് വീണ്ടും പറയും, ഇശ്റബിയ ആയിഷു, കുടിക്കായിഷ എന്ന് പറയും. വീണ്ടും കുടിക്കും, മൂന്നാമതും കുടിക്കും. അങ്ങനെ ഞാൻ നബി തങ്ങൾക്ക് പാൽപാത്രം കൊടുക്കുമ്പോൾ എൻ്റെ ചുണ്ട് എവിടെയാണോ തട്ടിയത്
അവിടെ തന്നെ ചുണ്ട് വെച്ചുകൊണ്ട് നബി തങ്ങൾ കുടിക്കുമായിരുന്നു എന്ന് സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഒരിക്കൽ നബി തങ്ങളുടെ ഭാര്യമാർക്കിടയിൽ ഒരു തർക്കമുണ്ടായി. ചെലവിന് തരുന്നത് മതിയാകണില്ല എന്നാണ് തർക്കം. ഭയങ്കര പ്രശ്നമാണ്. പ്രശ്നം കേട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കയറി വന്നു. നബിയെ, ഓൽക്കാർക്കും നിൽക്കാൻ പറ്റൂലെങ്കിൽ ഒക്കെ പൊയ്ക്കോട്ടെ, നമുക്ക് വേറെ പെണ്ണുങ്ങളെ കിട്ടും എന്ന് പറഞ്ഞു ഉമർ ഖത്താബ്. ആയിഷാ ബി റളിയല്ലാഹു അൻഹ അപ്പം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, പോണ്ടവരൊക്കെ പൊയ്ക്കോളി, ഞാൻ ഒരിക്കലും പോകില്ല. 6 വയസ്സിൽ ആയിഷാ ബീവിനെ കെട്ടിയതുകൊണ്ട് ആയിഷാ ബീവി ഭയങ്കര കുടുക്കിലാണെന്നാണ് എല്ലാവരും അഭിപ്രായം. പക്ഷേ ആയിഷാ ബീവിക്ക് അങ്ങനെ അഭിപ്രായമില്ല. 6-ാമത്തെ വയസ്സിൽ നബി തങ്ങൾ ആയിഷാ ബീവിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആയിഷ ആകെ പെട്ട് കിടക്കുകയാണെന്നാണ് ആരുടെ അഭിപ്രായം? ഡാഷിൻ്റെ അഭിപ്രായം. ആയിഷാ ബീവിക്ക് എന്താ അഭിപ്രായം? കഴിച്ചിലായി ആര് പോയാലും ഞാൻ പോകില്ല എന്നാണ്. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്താ കാരണം? ഇതൊക്കെ തന്നെയാണ് കാരണം. ഇതെന്താ വെച്ചാൽ നമ്മൾ പാല് കുടിക്കും, ഒന്നും കൂടി തിരിച്ചു കുടിച്ചിട്ടേ കുടിക്കുള്ളൂ എന്ന് മാത്രം. ആ ചുണ്ട് തട്ടാത്ത സ്ഥലം നോക്കിയിട്ട് ഒരു കുറകും വന്ന് ഞങ്ങൾ രണ്ടാളും തിന്നും. ആയിഷാ ബീവി പറയാണ്, അള്ളാഹിൻ്റെ റസൂല് ഒരു കോയിൻ്റെ കാലെടുത്തിട്ട് ഇങ്ങനെ കടിച്ചിങ്ങാണ്ട് താഴെ വെക്കും. ഞാൻ ആ കാലെടുത്തിട്ട് നബി തങ്ങളുടെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് വെച്ചുകൊണ്ട് കഴിക്കുമായിരുന്നു എന്ന് സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞിരിക്കുന്നു. ഷെയറിങ്, ഭക്ഷണം ഷെയർ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ. അപ്പം അതുകൊണ്ട് സ്ത്രീകളുടെ ഭക്ഷണം വളരെ പ്രധാനമാണ്. ഭക്ഷണത്തിലൂടെ സ്നേഹം കൊടുക്കാൻ കഴിയുന്നതാണ്. കുട്ടികൾ ഇപ്പോൾ ഭക്ഷണം തീരെ കഴിക്കുന്നില്ല കുട്ടികളാരും. കുട്ടികൾക്ക് ഒറ്റൊന്നിനും ഭക്ഷണം വേണ്ട, പീടിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊടുന്നെടുത്താൽ തിന്നും. കുടിയിലുണ്ടാക്കണതൊന്നും വേണ്ട. എന്തേ കാരണം? അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ചില ആളുകളെടുത്ത് ചില ആൾക്കാരെ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ പറയും കൈപ്പുണ്യമാണ് എന്ന് പറയും, ഭയങ്കര കൈപ്പുണ്യമാണ് എന്ന് പറയും. കയ്യെല്ലാവരും ഒരേ മാതിരിയാണ്. കയ്യിൻ്റെ പുണ്യമല്ല, അത് കൽബിൻ്റെ പുണ്യമാണ്. ശരിക്ക് പറയുമ്പോൾ നമുക്ക് കണ്ണേറ് എന്ന് പറയല്ലോ, കണ്ണല്ല എറിയണത്, കൽബാണ് എറിയണത്. പറയുമ്പോൾ കണ്ണിനാണ് കുറ്റം കിട്ടിയതെന്നേ ഉള്ളൂ. സംഗതി ചെയ്ത പണി ആരാ ഒപ്പിച്ചത്? കൽബാണ് ഒപ്പിച്ചിരിക്കുന്നത്. എന്ന മാതിരി കൈപ്പുണ്യം എന്ന് നമ്മൾ പറയും. കയ്യിനല്ല പുണ്യമുള്ളത്, കൽബിനാണ് പുണ്യമുള്ളത്. കൽബിൻ്റെ പുണ്യമാണ് ശരിക്കത്. വൈകുന്നേരമായി പടച്ചോനെ 8:30 മണിയായല്ലോ, പുതിയാപ്പിള വരാൻ സമയമായല്ലോ, മൂപ്പർക്ക് ഷുഗർ കൂടുതലാണല്ലോ, അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കണമല്ലോ. അള്ളാഹുവേ, എൻ്റെ പുതിയാപ്പിള വരുമ്പോഴത്തിന് നേരങ്ങത്തിന് 4 ചപ്പാത്തി ഉണ്ടാക്കട്ടെ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കി. തക്കാളിക്കറി ഉണ്ടാക്കുമ്പോൾ തക്കാളി ഇങ്ങനെ കഷ്ണം വെട്ടിയിട്ട് ചട്ടിക്ക് ഇങ്ങനെ ഇടുമ്പോൾ പുതിയാപ്പിളൻ്റെ മുഖം ഇങ്ങനെ കൽബുകൊണ്ട് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇട്ടാൽ അത് വന്നിട്ട് ഇങ്ങനെ തിന്നുമ്പോൾ ഏയ് എന്ന് പറയും. അതിന് പകരം ആ പണ്ടാറക്കാലം ഇപ്പോൾ വരും, 9 മണി ആകാനായി, അപ്പോത്തിന് ചപ്പാത്തി ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവിടെ ഉഹുദ് യുദ്ധം ഇക്കാരം എന്ന് കൽബ് കരുതി ഉണ്ടാക്കിയാൽ ആ ചപ്പാത്തിക്ക് ഉഹുദ് യുദ്ധത്തിൻ്റെ ഇതേ ഉണ്ടാവുള്ളൂ. ഇതാണ് സംഗതി. കൽബ് വളരെ പ്രധാനമാണ്. സ്നേഹം ഭക്ഷണത്തിലൂടെ നൽകാൻ വേണ്ടി കഴിയും. എങ്ങനെ കഴിയും? ഭക്ഷണം തയ്യാർ ചെയ്യുമ്പോഴുള്ള മനസ്സാന്നിധ്യമാണ് അതിൽ വളരെ പ്രധാനപ്പെട്ടത്. അപ്പം അതുകൊണ്ട് ആർക്ക് വേണ്ടിയാണോ ഉണ്ടാക്കുന്നത് അവരെ കൽബിൽ വിചാരിച്ചാൽ മാത്രമാണ് കൊടുക്കാൻ വേണ്ടി പറ്റുക. അതുകൊണ്ട് സ്ത്രീകളുടെ ഭക്ഷണം വളരെ പ്രധാനമാണ്. ട്രീറ്റ്മെൻറ്റാണ് ശരിക്ക്. പക്ഷെ അതിൽ 1-ാം സ്ഥാനത്ത് ഭക്ഷണമാണ് വരിക. അല്ലാതെ മരുന്ന് കൊടുക്കലോ പിന്നെ ഒന്നുമല്ല. അതും വരും, ദണ്ണത്ത് കിടക്കുമ്പോൾ മരുന്നെടുത്ത് കൊടുക്കലൊക്കെ വരും. പനി പിടിച്ച് വന്നാൽ ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കലൊക്കെ അതിൽ പെടും. പക്ഷേ മൊത്തത്തിൽ നമ്മൾ എന്നും ചെയ്യണത് എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നത്. അതിന് ഇനി ആണുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല എന്നൊന്നും ഈ പറഞ്ഞതിൽ അർത്ഥമില്ല. അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് എന്ത് തൊള്ളേ തോന്നിയതും പറയാം എന്നും ഈ പറഞ്ഞതിൽ അർത്ഥമില്ല. പ്രധാനമായും നന്നാവേണ്ടത് 2 കാര്യമാണ്: ആണുങ്ങളെ വർത്താനം, പെണ്ണുങ്ങളുടെ പെരുമാറ്റം. പെരുമാറ്റത്തിൽ 1-ാം സ്ഥാനത്ത് ഭക്ഷണം. ആണുങ്ങളെ വർത്താനം നേരാവണം. അത് നേരായില്ലെങ്കിൽ സംഗതി പ്രശ്നമായി. കുട്ടികളെ നന്നാവാൻ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കുടുംബം നേരാവാൻ 2 കാര്യങ്ങൾ, കുട്ടികളെ നേരാവാൻ 5 കാര്യങ്ങൾ. 1-ാമത്തെ കാര്യം എന്താ വെച്ചാൽ ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം കുട്ടീനെ. ഫസ്റ്റ് കാര്യം അതാണ്. പൂതിച്ച് കിട്ടിയ സാധനം മാത്രമേ നേരാവുള്ളൂ. മൊബൈലാണെങ്കിലും ശരി, നല്ലോണം പൂതിച്ച് കിട്ടിയാൽ നല്ല മൊബൈലേക്കാരം. പൂതിയില്ലാതെ കിട്ടിയാലോ ഒന്നിനും പറ്റാത്ത സാധനേക്കാരം. അല്ലെങ്കിൽ കൊണ്ടുവരാൻ കണ്ട സാധനപ്പത് ടീഷർട്ടാണ് കൊടു നിൽക്കണത്. ഓനെ തീരെ പൂതി ഉണ്ടായിരുന്നില്ല. കാക്ക ഗൾഫിൽ നിന്ന് വന്നതാണേ.
നിങ്ങൾക്ക് മനസ്സിലാകാത്ത മാതിരി ഇരിക്കണം എന്താണെന്ന് അറിയില്ല. കാക്ക ഗൾഫിൽ നിന്ന് വന്നതാണ്. ഇപ്പം വിചാരിച്ചിരുന്നത് മൊബൈൽ കൊണ്ടുവരാനായിരുന്നു. ഓൻ കൊണ്ടുവന്നത് എന്താണ്? ടീഷർട്ടാണ്. ഒരു ഗുണം ഉണ്ടാവില്ല അതിന്. കാരണം എന്താ? പൂതിച്ചതല്ല. പൂതിച്ച് കിട്ടിയാലേ ഗുണം ഉണ്ടാവുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം തന്നെ തീരുമാനിച്ചു എന്ത്? നമുക്ക് 3 കൊല്ലത്തിന് കുട്ടി വേണ്ടട്ടോന്ന്. രണ്ടാളും കൂടി മുത്തഫഖുൻ അലൈഹി, രണ്ടാളും കൂടി ഒത്തു തീരുമാനിച്ചു നമുക്ക് 3 കൊല്ലത്തിന് കുട്ടി വേണ്ട. കുഴപ്പമില്ല, കുറച്ചൊക്കെ അങ്ങനെ പോയി. ഒരു 1.5 കൊല്ലമായപ്പോൾ അതിന് കുട്ടിയായി. സംഗതി ഗർഭമുണ്ടായി. മറ്റേ കാർഡ് കൊടുത്തിട്ട് നോക്കിയപ്പോൾ ചുവന്ന 2 വര. അപ്പോൾ മൂപ്പരാകെ ടെൻഷനായി. അസറിക്കാരൻ കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി മമ്മദാക്കാൻ്റെ പീടിയിൽ പോയി കാൽച്ചായ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അസീസ് മാഷുണ്ട് അപ്പുറത്ത്, സ്കൂളൊക്കെ ലീവാക്കിയിട്ട് ഇരിക്കണം. മൂപ്പരോട് പറഞ്ഞു, മാഷേ സംഗതി പറ്റിച്ചു എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. പെണ്ണുങ്ങൾക്ക് ഈ മാസം കുളി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പിന്നെ പറയണം ആഗ്രഹിച്ച് കിട്ടിയതാണെന്ന്. പറ്റിച്ചു എന്നാണ് ഓന് തോന്നിയത്. അതാണ് ഓൻ അസീസ് മാഷോട് പറഞ്ഞത്. കുട്ടികൾ നന്നാവാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം ആഗ്രഹിച്ച് കിട്ടിയതല്ല, പൂതിച്ച് കിട്ടിയതാവണം. സംഗതി നേരാവും. നേരാകും എന്ന് പറഞ്ഞാൽ പൂതിച്ചു സയ്യിദുനാ സക്കരിയ അലൈഹിസ്സലാം, പടച്ചോൻ എനിക്കൊരു കുട്ടീനെ തരണം. എന്തായിരുന്നു? അള്ളാഹു തആല കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞു. കൊടുത്തിട്ടില്ല, അതിൻ്റെ മുന്നേ പറഞ്ഞു, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ വലം യജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ വഹനാനം മിൻ ലദുന്ന വകാന തഖിയ വബറം ബിവാലിദൈഹി. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണ മുത്തഖിയായ ഒരു കുട്ടിനെയാണ് എനിക്ക് ഞാൻ തരുന്നതെന്ന് കൊടുക്കണതിൻ്റെ മുന്നേ പറഞ്ഞു. എന്താ കാര്യം? പൂതിച്ചിട്ട് കിട്ടിയതാണ്, ആഗ്രഹിച്ച് കിട്ടിയതാണ്. മക്കൾ നേരാവണമെങ്കിൽ ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം. അള്ളാഹ് പറ്റിച്ചല്ല റബ്ബേ, അതിനിപ്പോൾ ഞാൻ എന്താ കാട്ടുക? സംഗതി ഇപ്പോൾ കിട്ടും ചെയ്തു. അന്നിപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, എന്താ ചെയ്യുക? കുറച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കളിയല്ല, അപ്പം എന്താ കാട്ടിയാണ്? ഇസ്തിഗ്ഫാർ കൊണ്ട് മറികടക്കാം. ഇസ്തിഗ്ഫാർ കൊണ്ട് മാത്രമേ എന്ത് വിഷയം മറികടക്കാൻ പറ്റുള്ളൂ. ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ഏത് കാര്യവും മറികടക്കാൻ ഇസ്തിഗ്ഫാറാണ്. കുറച്ച് ഇസ്തിഗ്ഫാറില്ല. കുട്ടികളില്ലാത്ത സങ്കടം ആരെങ്കിലും പറയുകയാണെങ്കിൽ ആദ്യം ഓരോട് പറയേണ്ടത് 3 കൊല്ലം കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിച്ചതിന് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കളി എന്നാണ്. കാരണം എന്താ വെച്ചാൽ ഒരാൾ 3 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലത്തിന് കുട്ടി വേണ്ടെന്ന് തീരുമാനിച്ചാൽ തീരുമാനത്തിനനുസരിച്ചാണ് ഹോർമോൺ വർക്ക് ചെയ്യുക.